അർജുൻ്റെ അയൽവാസികളാണ്. അർജുൻ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. എങ്ങനെ വർക്ക് ചെയ്തത്? ഞങ്ങളെ പാർട്ടിപരമായിട്ട് എല്ലാത്തിനും വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അർജുൻ. എങ്ങനെയാണ് ഓർക്കുന്നത് അർജുന? അർജുനെ ഓർക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഓർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്താ വെച്ചാൽ ഒന്നാമത്തേതായിട്ട് അവൻ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു കുട്ടിയാണ്. ജോലിക്ക് ചെറുപ്പകാലം മുതലേ ജോലിക്ക് പോയി അവിടെ അങ്ങനെ ഒരു കുടുംബം നോക്കിയത് എന്താ വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടൊരു കുടുംബമായിരുന്നു. അവിടുന്ന് ഈ രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിശ്രമം കൊണ്ട് വിദ്യാഭ്യാസം, സഹോദരിമാർ രണ്ടാളും വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെയുള്ള സഹോദരനും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അമ്മേൻ്റെ കൂടെ നടന്ന് അച്ഛൻ്റെയും കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തൊരു കുട്ടിയായിരുന്നു. ഓർക്കാനിപ്പോൾ അതായത് പത്രം ഇടാൻ പോവും, പിന്നെ ഒരുപാട് കാര്യങ്ങൾ DYFIയിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ പൊതിച്ചോറ് അതാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടത്. അതേപോലെ 2018-19 കാലത്തെ പ്രളയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു കുട്ടിയായിരുന്നു. പെട്ട സമയത്തൊക്കെ ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതേ ഉള്ളൂ, പ്രാർത്ഥനകളേ ഉള്ളൂ. ഞങ്ങളും വിചാരിച്ചത് ആദ്യം തിരിച്ചു വരുന്നതിന് ജീവനോടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയേനി. പിന്നെയാണല്ലോ കുറേ 72 ദിവസം കഴിഞ്ഞ് കാത്തിരിപ്പിന് ശേഷമാണല്ലോ അങ്ങനെ ഒരു ഇത് കിട്ടിയത്. നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു. നമുക്കറിയാം 2018 പ്രളയ സമയത്തൊക്കെ തന്നെ വളരെ സജീവമായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രളയബാധിതമായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. അറിയാം, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. നന്നായിട്ട് ബാധിച്ചിരുന്നു ആ സമയത്തൊക്കെ തന്നെ കണ്ണാടിക്കൽ ഒരു യുവജന കൂട്ടായ്മയുണ്ട്. ഇവിടെ കണ്ണാടിക്കൽ എന്ന് പറയുന്നത് ചന്ത നടക്കുന്നൊരു സ്ഥലമാണ്. ഒരു 8-10 ദിവസത്തോളം എല്ലാ പുതുവത്സരത്തോടനുബന്ധിച്ച് വലിയ ചന്ത നടക്കും. അപ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ചന്തയിലേക്കൊക്കെ ഒരുപാട് ആളുകളെത്തും. ഈ ചന്ത നടത്തുന്നത് ഒരു ജനകീയ കമ്മിറ്റിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതെ. അതായത് ഒരു കൂറ്റഞ്ചേരി ശിവക്ഷേത്രമുണ്ട് ഇവിടെ. അപ്പം ഈ ശിവക്ഷേത്രത്തിൻ്റെ ആഘോഷവും ഒപ്പം തന്നെ കണ്ണാടിക്കലിലെ ചന്തയും ഇതെല്ലാം തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം ഈ ചന്ത നടത്തുന്ന സമയത്തുണ്ടാവുന്ന സംഘാടനം, ഈ നാടുമായിട്ടുള്ള ഇടപെടൽ, ഇപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അർജുൻ. ഒപ്പം തന്നെ ഇവിടെയുള്ള KYAC എന്ന് പറയുന്ന കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ജോലി അല്ലെങ്കിൽ വളരെ ദീർഘദൂരമുള്ള ഈ ജോലി ആ സമയത്താണ് കുറച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ സജീവമാകാൻ പറ്റാതെ പോയത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ നാട്ടിലെ ഓരോ മനുഷ്യർക്കും അറിയാവുന്ന ഒരാളാണ്.